ജന്മാദ്യസ്തേതൊന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 3-ാം സ്കന്ധം 8 അധ്യായമാണ് കഴിഞ്ഞത്. 9-ാമത്തെ അധ്യായം 1 മുതൽ 21 വരെ ശ്ലോകം ബ്രഹ്മാവിൻ്റെ സ്തുതി. ഭഗവത് ദർശനം കിട്ടിയപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ടാണ് സൃഷ്ടി തുടങ്ങണത്. ആ സ്തുതിയാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയണത്. ബ്രഹ്മോവാച ജ്ഞാതോസി മെദ്യതുചിരന്നനുദേഹഭാജാം നജ്ഞായതേ ഭഗവതോ ഗതിരേത്യവത്യം നാന്യർത്ഥദർത്തി ഭഗവന്നഭിതന്ന ശുദ്ധം മായാ ഗുണവിധികരാത് എതിരുർവിഭാസി. വലിയ വൃത്താണ്. ഇവിടെ പറയാണ്, സുചിരാത് ബഹുകാലം കൊണ്ട്, മേ എന്നാൽ ബ്രഹ്മാവ്, അദ്യ ഇപ്പോൾ, ജ്ഞാത അസി അറിയപ്പെട്ടവനായി. ഭഗവാനെ ഇപ്പോഴേ അറിയാൻ സാധിച്ചു. നവധി കാലം തപസ് വേണ്ടി വന്നു, അല്ലയോ ഭഗവാനെ അങ്ങയെ അറിയാൻ. സുചിരാത് ജ്ഞാത അസി, വളരെ കാലം, ബഹുകാലം കൊണ്ട് തപസ്സിൻ്റെ ഫലമായിട്ടാണ് അങ്ങയെ അറിയാൻ സാധിച്ചത്. ഭഗവത, ഭഗവാന്റെ ഗതി, സത്യം അല്ലെങ്കിൽ തത്വം, ഭഗവാന്റെ കുറിച്ചുള്ള തത്വമോ സത്യമോ ഒക്കെ ഒന്ന് തന്നെയാണല്ലോ. നജ്ഞായത്തെ, അറിയപ്പെടാൻ സത്യത്തിൽ കഴിവുള്ളതല്ല. അറിയാൻ കഴിയാത്തതിനെ ഞാൻ അറിഞ്ഞു എന്നാണ്. നജ്ഞായത്തെ ഭഗവതോ ഗതി. ഭഗവതോ ഗതി എന്ന് പറയുന്നത് അത്ര എളുപ്പം അല്ല, അറിയാൻ എളുപ്പമല്ല. എന്താണ് അറിവ്? ഭഗവാനെ കുറിച്ച് പൂർണ്ണമായി ആർക്കും അറിയാൻ കഴിയില്ല എന്ന തന്നെ അറിവ്. അതറിഞ്ഞു അത്രയത്രേ പറ്റുള്ളൂ. അല്ലാതെ ആരും അറിഞ്ഞവരില്ല, ആരുമില്ല. ഭഗവാനെക്കുറിച്ച് അറിഞ്ഞവർ ആരുമില്ല, പൂർണ്ണമായിട്ട് അറിഞ്ഞവരും ആരുമില്ല. അപ്പം ജ്ഞാനികൾ, സിദ്ധന്മാർ എന്നൊക്കെ പറയുന്നവരോ, അവർ ഈ ഒരു സത്യം അറിഞ്ഞു. എന്ത്? അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം. അതെങ്ങനെ അറിഞ്ഞു? ചിരകാല പരിശ്രമം കൊണ്ട് അറിഞ്ഞതാണ്. ഇതൊന്നും അറിയില്ല എന്നൊരു സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് എഴുതി, അങ്ങനത്തെ അറിവല്ല അത്. ഇവിടെ തെറ്റിദ്ധരിക്കരുത്. ഇതൊന്നും നമുക്കറിയില്ല എന്ന് വെറുതെ ഇങ്ങോട്ട് പറയുക, അതല്ല. പരിശ്രമിച്ചിട്ട് ഒരു കാര്യം സാധ്യമല്ല എന്നറിയുന്നതും അയക്കില്ല എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. നിരവധി പരീക്ഷണങ്ങളെ കൊണ്ടും പരിശ്രമങ്ങളെ കൊണ്ടും പരാജയപ്പെട്ടു. ഇതറിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കുള്ളൊരറിവാണ്. അത് നേടാൻ പറ്റാത്തതാണ് എന്ന് ബോധ്യപ്പെട്ട അറിവാണ്. മറ്റതോ ഊഹാപോഹങ്ങളാണ്. മടി കൊണ്ടും പരിശ്രമിക്കാത്തതുകൊണ്ടും ഇത് കിട്ടില്ല എന്ന് വിചാരിക്കുന്നതല്ല. അപ്പോൾ ഇത് യഥാർത്ഥ അറിവ് അറിയില്ല എന്നറിവാണ്. നജ്ഞായതേ ഭഗവതോ ഗതി ഇത്യവത്യ, അറിയപ്പെടുന്നില്ല എന്നത് തന്നെയാണ് അറിവ്. അനുഭവം കൊണ്ട് അറിഞ്ഞവരാണ് ജ്ഞാനികൾ എന്നാണ് പറയേണ്ടത്. അനുഭവം കൊണ്ട് അറിഞ്ഞവരാണ്. പിന്നെ പറയണ ഇതി ദേഹമാജാം, ശരീരമെടുത്തവർക്ക് അവദ്യ ദോഷം ഭഗവൻ, ഭഗവാനെ തത് അന്യത്, അങ്ങയിൽ നിന്ന് അന്യമായിട്ട് ന അസ്തി, ഇല്ല. നിന്തിരുവടിയെ അറിയുവാൻ എനിക്ക് സാധിച്ചു. ഈ ദർശനം
വളരെ വിരളമാണ്. പലർക്കും സാധിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് വലിയൊരു ദോഷമാണ്. എന്നാൽ കാണപ്പെടുന്ന സകലവും ഭഗവാനെ അങ്ങയുടെ രൂപഭേദങ്ങൾ തന്നെയാണ് എങ്കിലും അവയൊന്നും ശുദ്ധമല്ല എന്ന് പറയണം. മായയുടെ കലർപ്പ് ഉള്ളതുകൊണ്ട്. നന്യത്തദർത്തി ഭഗവൻ അഭി തന്ന അശുദ്ധം, അശുദ്ധം ന ശുദ്ധ എന്നർത്ഥം. തന്ന ശുദ്ധം, മായക്കലർപ്പ് കൊണ്ട് പലതും ശുദ്ധമല്ല. അസ്ഥി, അങ്ങയിൽ നിന്ന് അന്യമായിട്ടുള്ളതൊന്നും ശുദ്ധമായിട്ടുള്ളതല്ല, മായയുടെ കലർപ്പുള്ളതാണ്. മായാഗുണവ്യതികരാത്, മായയുടെ അന്യോന്യ സംബന്ധം നിമിത്തം ഒരു അനേകനായിട്ട് വിഭാസി ശോഭിക്കുന്നു. അങ്ങ് ശരിക്കും ഏകനാണ്. ഏകനായിട്ടുള്ള അങ്ങ് മായയുടെ കലർപ്പ് കൊണ്ട്, മായയുടെ സംബന്ധം നിമിത്തം പലതായിട്ട് എന്ത് ചെയ്യണു? ശോഭിക്കുന്നു. ദുർവിഭാസി മായാഗുണവ്യതികരാത് എതിരുർ വിഭാസി. ഒക്കെ മായ കലർന്നത് കൊണ്ട് അങ്ങയെ അറിയാൻ എളുപ്പമല്ല. ന അന്യത്വദസ്തി, അങ്ങയിൽ നിന്ന് അന്യമായിട്ടുള്ളതെല്ലാം തന്ന ശുദ്ധം, ശുദ്ധമല്ല. ന ശുദ്ധം, ഇതല്ല എന്ന് പറഞ്ഞാൽ മായയുടെ കലർപ്പുള്ളത് കൊണ്ട് അശുദ്ധമാണ്. വ്യക്തമായിട്ടുള്ള ഈശ്വരൻ അല്ല. സ്വച്ഛവും വ്യക്തവും കലർപ്പില്ലാത്ത ഈശ്വരതത്വമല്ല ഈ ലോകം. ഒക്കെ മായ കൂടിയതാണ്. നമ്മുടെ ശരീരത്തിലുണ്ട്, ഈശ്വരനുണ്ട്, മായയുണ്ട്. അധികവും മായയിൽ കുടുങ്ങി നിൽക്കൊണ്ടാണ് നമുക്ക് സുഖദുഃഖങ്ങളും മായാനുഭവങ്ങളും ഉണ്ടാവുന്നത്. അങ്ങനെയാണ് പ്രപഞ്ചം മുഴുവൻ. ജ്ഞാതോസി, അത് ആ ഒരു അറിയാൻ കഴിയാത്ത തത്വം എന്തുകൊണ്ട്? മായയുടെ കലർപ്പ് കാരണം. ഇപ്പോൾ എനിക്കറിഞ്ഞു, അറിയാൻ കഴിയാത്തതിനെ അറിഞ്ഞു, വലിയ നേട്ടം തന്നെയാണ്. ജ്ഞാതോസി മേദ്യ, ഇപ്പോൾ എന്നർത്ഥം. മേ അദ്യ, എനിക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു. സുചിരാത്, വളരെ ശ്രമത്തിന് ശേഷമാണ് സാധിച്ചത്, എളുപ്പത്തിലല്ല. ദേഹബാജാന്യജ്ഞായതേ ഭഗവതോ ഗതിരിത്യവത്യം നന്യത്വദർത്തി ഭഗവന്നഭി തന്ന ശുദ്ധം. അങ്ങയുടെ കലർപ്പ്, മായയുടെ കലർപ്പ് ഉള്ളത് കൊണ്ട് ഒന്നും തന്നെ ശുദ്ധമല്ല. എല്ലാം മായാബാധിതമാണ്. അതുകൊണ്ടാണ് പ്രയാസം. മായാഗുണവ്യതികരാ എതിരു വിഭാസി, വളരെയേറെ ശോഭിക്കുന്നില്ല. വിഭാസി, അങ്ങ് ശോഭിക്കുന്നു. അനേകനായിട്ട് ശോഭിക്കണു എന്നർത്ഥം, ഏകനായിട്ടല്ല. മായാഗുണവ്യതികരാ എതിരു വിഭാസി, മായാഗുണത്തിൻ്റെ ഒരിതുകൊണ്ട് ഉരു, എതിരുർ ഉരു, ഒരുപാട്, വളരെയധികം എന്നൊക്കെ അർത്ഥം. വെരി വെരി ഇംഗ്ലീഷിലത്തെയാണ് ഉരു. യത് ഉരുർ, ഉരുർ വിഭാതി. ഉരു മീൻസ് നാനാത്വം, ചുരുക്കം പറയാച്ച. രൂപം യതേത് തദവബോധരസോദയേന ശശന്നിവൃത്തതമസാ തദനുഗ്രഹേയ അനുഗ്രഹായ. രൂപം യതേതത് അവബോധരസോദയേന, യതേതത് യതേതത്, യ ഏതത് എന്നാണ്. യത് ഏതത്, യത് ഏതത് യതേതത്, യത് പ്ലസ് ഏതത് യതേതത്. പിന്നെ അവബോധരസവും, യതേതത് അവബോധരസോദയേന. ആദോ ഗൃഹീതം അപതാരശതേകബീജം എന്നാഭിപത്മഭവനാത് അഹമാവിരാസം. പറയണം അവബോധരസോദയേന, ജ്ഞാനരസത്തിൻ്റെ പ്രത്യക്ഷത നിമിത്തം. ഇവിടെ ജ്ഞാനം അനുഭവത്തിൽ വന്നു, അതുകൊണ്ടാണ് അങ്ങേ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രത്യക്ഷം ആയ അവസ്ഥ കാരണം ശഷൻ നിവൃത്ത തമസ, എന്തില്ല? അജ്ഞാനത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ബാധ ഇല്ല. ഈശ്വര പ്രകാശം, ഗഹന അർത്ഥങ്ങളാണ്. അജ്ഞാനത്തിൻ്റെയോ ഇരുട്ടിൻ്റെയോ ബാധ
ഇവിടെ എനിക്കിപ്പോൾ ഇല്ല. കാരണം അങ്ങയുടെ പ്രകാശം കാരണം എന്ന് ചുരുക്കം. അവബോധരസോദയേന, ജ്ഞാനത്താൽ, ഏറ്റവും ചുരുക്കിയിട്ടാണ് പറയുക, ജ്ഞാനത്താൽ, ജ്ഞാനം കിട്ടിയത് കൊണ്ട്. നിവൃത്ത തമസ, തമസ ഇരുട്ട്, അജ്ഞാനം, ഇരുട്ടിൽ നിന്ന് മുക്തി കിട്ടി, നിവൃത്തി. എനിക്ക് അന്ധകാരത്തിൽ നിന്ന് ഭഗവാനെ മോചനം കിട്ടിയിരിക്കുന്നു. അവിദ്യാസം, അതായത് അവിദ്യ സംബന്ധം ഇല്ലാതിരിക്കുന്ന നിന്തിരുവടിയുടെ, ഭഗവാന്റെ മായ എന്ന് പറയുന്നത് ഒട്ടുമില്ല. അവിദ്യാസംബന്ധം ഇല്ലാതിരിക്കുന്ന തേ നിന്തിരുവടിയുടെ ഏതത് രൂപം, കാരണം നിവൃത്ത തമസ, അവിദ്യ ഇല്ലാതിരിക്കുന്ന നിന്തിരുവടിയുടെ രൂപം സദനുഗ്രഹായ, സത്തുക്കളുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് ആദിയിൽ സ്വീകരിക്കപ്പെട്ടു. സത്തുക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആദിയിൽ അങ്ങ് സ്വീകരിച്ചതാണ് മായാബന്ധമില്ലാത്ത ഈ രൂപം. പിന്നെ അവതാരശതൈക ബീജം, അനവധി അവതാരങ്ങളുടെ മൂലകാരണം അങ്ങാണ്. അങ്ങിൽ നിന്നാണ് എല്ലാ അവതാരങ്ങളും ഉണ്ടാവുന്നത്. അങ്ങനത്തെ അങ്ങയുടെ നാഭിപത്മത്തിൽ നിന്ന് ഞാൻ ഉണ്ടായി. എന്നാഭിപത്മഭവനാത്, ഏതൊരു നാഭിപത്മത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ ഉണ്ടായി. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവതാരങ്ങളെല്ലാം അങ്ങയിൽ നിന്നുണ്ടായതാണ്. ജ്ഞാനസ്വരൂപത്തിലുള്ള അങ്ങയിൽ നിന്ന് അനുഭവം കിട്ടിയത് കൊണ്ട് ഞാൻ നിവൃത്ത തമസനാണ്, ഇരുട്ടിൽ നിന്ന് രക്ഷ നേടിയവനാണ്. അതുകൊണ്ട് ഈ ഇരുട്ടിൽ നിന്ന് രക്ഷ നേടുള്ളൂ, ഈശ്വര സാക്ഷാത്കാരം കൊണ്ടല്ലാണ്ട് ഒരു വഴിയില്ല. ആ രൂപമാവട്ടെ എന്തിനുള്ളതാണ്? സദനുഗ്രഹായ, എല്ലാവർക്കും കിട്ടില്ല കേട്ടോ, സജ്ജനങ്ങളുടെ അനുഗ്രഹത്തിനായി കൊണ്ട് കിട്ടുന്നതാണ്. സജ്ജനങ്ങളുടെ അനുഗ്രഹത്തിനായി കൊണ്ട് കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അനവധി അവതാരങ്ങൾക്ക് നിദാനവും ആണ്. ആദോ ഗൃഹീതം, ആദ്യം എടുത്തതും അവതാരശതൈക ബീജം. ശതം എന്ന് പറഞ്ഞാൽ അനവധി എന്നർത്ഥേ ഉള്ളൂ. വാക്കിൻ്റെ അർത്ഥം 100 എന്നാണ്. 100 പ്രാവശ്യം പറഞ്ഞു എന്ന് പറയുമല്ലോ നമ്മൾ, 100 എണ്ണീട്ടെന്നല്ല അർത്ഥം. അനവധി അവതാരങ്ങളുടെ ബീജകേന്ദ്രമാണ് സർവേശ്വര അവിടുന്ന്. അങ്ങയുടെ നാഭിയിൽ നിന്നുള്ള താമര ഇതിലാണ് ഞാൻ ഉണ്ടായത്. അപ്പോൾ എൻ്റെ താമരയുടെ ആവാസസ്ഥാനം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഉറവിടം അവിടുത്തെ നാഭി ആണ്. നാഥപരംപരമയദ്ഭവതസ്വരൂപം ആനന്ദമാത്രമഭികൽപ്പമഭിദ്ധവർച്ച പശ്യാമി വിശ്വസിജം ഏക അവിശ്വമാത്മൻ, അവിശ്വമാണ് അവിടെ, ഭൂതേന്ദ്രിയാത്മക മദത്ത ഉപാശ്രിതോസ്മി, അല്ലെങ്കിൽ പരമാ വിളിക്കുകയാണ്, എല്ലാറ്റിലും വെച്ച് ഉത്കൃഷ്ട. ആനന്ദമാത്രം, ആനന്ദം മാത്രവും അവികൽപ്പം, മാറ്റങ്ങളോ ഇളക്കമോ ഇല്ലാത്തതാണ് അവികൽപ്പം. അവിദ്ധവർച്ച, മറയ്ക്കാത്ത ചൈതന്യം, സ്വരാട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള മറവില്ല. ധാംന സേന സദാ നിരസ്ത കുഹകം, മറവോ മുറിവോ കൂടാത്തത്, മറവുമില്ല മുറിവുമില്ല, ക്ഷതമില്ല, എപ്പോഴും പൂർണ്ണമായ തേജസ്സോടു കൂടി ശോഭിക്കുന്നതാണ് അഭിദ്ധവർച്ച. ഭഗവാനെ കണ്ടു ഇല്ലേ? ആ ഭഗവാന്റെ പ്രത്യേകതകൾ പറയുകയാണ്. പരമ, എല്ലാറ്റിലും വെച്ച് ഉത്കൃഷ്ടതയുണ്ട്, ആനന്ദം, ദുഃഖവും വിഷാദത്തൊട്ട് തീണ്ടിയിട്ടില്ല, പ്രസന്നമായിട്ടുള്ള അവസ്ഥ, ആനന്ദമേ ഉള്ളൂ. മാറ്റമില്ലാത്തതും വിളക്കമില്ലാത്തതാണ് അവികൽപ്പം. കൽപ്പം അവികൽപ്പം, അതിൻ്റെ വിപരീതമാണ് അവികൽപ്പം, ഇളക്കമില്ലാത്തതും. അവിദ്ധവർച്ച, മറയ്ക്കപ്പെടാത്ത ചൈതന്യത്തോടു കൂടിയിട്ടും, അർച്ച ചൈതന്യം, അവിദ്ധവർച്ച ചൈതന്യമില്ല, ചൈതന്യം മറയ്ക്കപ്പെടാത്തതും. ഭവത, അങ്ങയുടെ സ്വരൂപം ഏത് യാതൊന്നോ അതപ്പരം, ഇതിൽ നിന്നും മീതയായിട്ട് ന പശ്യാമി, ഒന്നും ഞാൻ കാണുന്നില്ല. അങ്ങയിൽ നിന്ന് മീത വേറൊരു സംഗതി ഇല്ല, ഏറ്റവും ടോപ്പാണ് അങ്ങ്. അങ്ങയെ കണ്ടാൽ പിന്നെ ഇനി ഒന്നും കാണാനോ അറിയാനോ ഇല്ല എന്നർത്ഥം.
അതാണ് ഭവത സ്വരൂപം ഏത് അതപ്പരം ന പശ്യാമി. അങ്ങയുടെ സ്വരൂപത്തിൽ നിന്ന് അപ്പുറത്തേക്കായിട്ട് ഇനി ഒന്നും ഇല്ല, ഒന്ന് കാണാനും കേൾക്കാനും ഒന്നും അറിയാനൊന്നും ഇല്ല. പറയണം അവിശ്വം, ലോകമല്ലാത്തത്. അക്ഷരം വ്യക്തമാണല്ലോ അർത്ഥം. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, അവിശ്വം ലോകമല്ലാത്തത്. ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായതും വിശ്വസൃജം ലോകത്തിൻ്റെ നിമിത്ത കാരണവും ഭൂതേന്ദ്രിയാത്മകം ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നതും ഏകം ഒന്ന് മാത്രമായിരിക്കുന്നതുമായ രൂപം ഇന്ദ്രിയവടിയുടെ ഈ രൂപത്തെ ഉപാശ്രിത ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പിനും സൃഷ്ടികർമ്മം ചെയ്യലിനും ജ്ഞാനം പ്രകാശിക്കാനും ദുഃഖമില്ലാണ്ടവനും ഒക്കെ ഈ ഒരു രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു. എങ്ങനത്തെ രൂപത്തെ? ഭൂതേന്ദ്രിയാത്മകം. ശരിക്കും ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ പഞ്ചഭൂതങ്ങളുടെ ഒന്നും ബന്ധമില്ലാത്ത ആളാണ്, ഒന്നുമില്ലാത്ത ആളാണല്ലോ ചൈതന്യം എന്ന് പറയണത്. പക്ഷേ ഇവിടെ ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ശരീരത്തെ എടുത്തു. അപ്പോൾ ഭൂതേന്ദ്രിയാത്മകനായി. ശരിക്കും ഭൂതേന്ദ്രിയാത്മകനല്ല. അങ്ങയുടെ ഈ സ്വരൂപത്തിൽ നിന്ന് അന്യമായിട്ട് കൂടുതൽ മഹാത്മ്യമുള്ള ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. നാഥപരമയത് ഭവത സ്വരൂപം, അങ്ങയുടെ സ്വരൂപത്തിൽ നിന്ന് പരമായിട്ട് വേറൊന്നും ഇല്ല. ആനന്ദമാത്രം, അവികൽപ്പം, ഇളക്കമില്ലാത്തത്, അവിദ്ധവർച്ച, മറയ്ക്കപ്പെടാതെ ശോഭിക്കുന്നത്, അവിദ്ധവർച്ച. പശ്യാമി വിശ്വസൃജമേകമവിശ്വമാത്മൻ, അവിശ്വമായിരിക്കുന്ന അങ്ങയെ ഞാനിതാ കാണുന്നു. എങ്ങനെയുള്ള രൂപം? ഭൂതേന്ദ്രിയാത്മകം. ശരീരമുണ്ട് ഭഗവാൻ. ഇവിടെ കാണുന്ന രൂപത്തിന് ശരീരമുണ്ട്, ശരിക്കോ ഇല്ല. ശരീരമില്ലാത്ത ഭഗവാൻ ഇവിടെ ശരീരത്തെ എടുത്തു. കയ്യേകാലേ കണ്ണമുക്കൊക്കെ ഉണ്ടല്ലോ, നേരത്തെ വർണ്ണിച്ചു. ആ രൂപത്തെ ഞാൻ ഉപാശ്രിതോസ്മി, ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. എൻ്റെ സൃഷ്ടികർമ്മത്തിൽ അപകടങ്ങളോ കുഴപ്പങ്ങളോ ദുഃഖങ്ങളോ ആശയക്കുഴപ്പമോ ഉണ്ടാവാതെ അത് നിർവഹിക്കാനായിക്കൊണ്ട്. എന്തൊക്കെ വരാം പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുമ്പോൾ? പലതും വരാം അല്ലേ? എന്ത് കാര്യങ്ങൾക്കും വിഘ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരാവുന്നതാണ് അധികവും. ഇന്നത്തെ കാലത്ത് ഒരു ATM കാർഡും കൊണ്ടുപോയാൽ അവിടെ പൈസ ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല. ഈ പൈസ ഉണ്ടെങ്കിലും നമ്മുടെ കാർഡിൽ ചെറിയ പ്രശ്നങ്ങൾ വരാം ഇല്ലേ? പിന്നെ അടിക്കുക, ബ്ലോക്ക് വരിക. ഗൂഗിൾ പേ എപ്പോഴും വർക്കാവുമോ? ചില സമയത്ത് വർക്ക് തന്നെ ആവില്ല. ഇത് ശരിയാവണില്ല കേട്ടോ തോന്നും ഇല്ലേ? അപ്പോൾ അതൊക്കെ സൗകര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ വിഘ്നങ്ങൾ വരാൻ ഒരു പ്രയാസമില്ല. എവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ തല ചുറ്റി വീണു, യാത്ര തുടരാൻ പറ്റുമോ? അപ്പോൾ എല്ലാ കർമ്മ പദ്ധതികളിലും വിഘ്നങ്ങളുണ്ട്. അപ്പം അതിനെ ഭയന്നിട്ടാണ് പണ്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചല്ലാതെ ഒരു കാര്യവും തുടങ്ങില്ല, ഒരു ദിവസം തുടങ്ങില്ല എന്ന് പറയാനുള്ള കാരണം. ഭൂതേന്ദ്രിയ ആത്മകമതത്വവും അത് ഞാൻ അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു, വിഷമങ്ങളോ വിഘ്നങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവാതിരിക്കാൻ. അഥവാ ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റും. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് വരും, അതൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. തദ്വാ ഇതം ഭുവനമംഗളമംഗളായ ധ്യാനേത്മനോ ദർശിതം തൗപാസകാനാം തസ്മൈ നമോ ഭഗവതേനു വിദേവതുഭ്യം യോനാദൃതോ നരകഭാഗ്ഭിരതർപ്രസംഗൈ. ഹേ ഭുവനമംഗള, അർത്ഥം വ്യക്തം, ലോകത്തിന് നന്മ ചെയ്യുന്നവനേ, തേ അങ്ങയുടെ ഉപാസകാനാം ഭക്തന്മാർക്ക് ഉപാസിക്കുന്നവർക്ക് ഉപാസകർക്ക് നഹ ഞങ്ങളുടെ വിസർഗട്ട ഞങ്ങളുടെ മംഗളായ അഭ്യുദയത്തിനായിട്ട് ധ്യാനത്തിൽ ദർശിക്കപ്പെട്ട ഇതം ഈ രൂപം. എന്തൊക്കെയാ രൂപത്തിൻ്റെ പ്രത്യേകത? ഭുവനമംഗള, ലോകത്തിന് നന്മ ചെയ്യുന്നത്, മംഗളായ ധ്യാനേത്മനോ ദർശിതം ത ഉപാസകാനാം, ഉപാസന ചെയ്യുന്നവർക്ക് ദർശിപ്പിക്കപ്പെട്ട ഈ രൂപം അവർക്ക് കാണുന്നതാണ്. എവിടെ? ധ്യാനത്തിൽ കേട്ടോ. പലരും ഈ കണ്ടു എന്ന് പറയണത് പ്രതീതിയാവാം എന്നാണ്. എല്ലാവരും പറയണത്. പക്ഷേ കണ്ടു എന്നുള്ള ഒരു പ്രതീതി അവർക്ക് ഉണ്ടാവുകയാണ്. ഒരു ഭാഗ്യമാണല്ലോ, ഒരു ഭാഗ്യം തന്നെയാണ്, ഈശ്വരാനുഗ്രഹമാണ്.
പക്ഷെ അവർ കണ്ടോളുന്നില്ല, ഈ മാംസചക്ഷുസ് കൊണ്ട് കണ്ടോളുന്നില്ല. എങ്കിലും അതൊരു പ്രതീതി അവർക്ക് നൽകുന്നതാണ് ഈശ്വരൻ. അത്രയേ ഉള്ളൂ, കണ്ണുകൊണ്ട് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. അതാണ് ധ്യാനത്തിൽ ദർശിക്കപ്പെട്ട എന്ന് പറഞ്ഞത്. അസത്തുക്കളോട് പ്രസംഗം ചേർച്ച ഉള്ളവരായ നരകവാഗ്മി നരകത്തെ അനുഭവിക്കാൻ പോകുന്നവരാൽ കാണാൻ സാധിക്കുന്നതല്ല. ആർക്ക് കാണാൻ സാധിക്കും? ഉപാസകന്മാർക്ക്. അവർക്ക് മംഗളം കൊടുക്കുന്നവനും ഞങ്ങളെപ്പോലുള്ളവർക്ക് കാണിക്കാൻ പറ്റിയതും ലോകത്തിന് നന്മ ചെയ്യുന്നതും ഉപാസകന്മാർക്ക് കാണിച്ചു കൊടുത്ത് മംഗളം കൊടുക്കുന്നത്. സിദ്ധിയൊക്കെ അതിൻ്റെ ഓരോ ഭാഗമാണ്. ഉപാസകാനാം, ഉപാസകന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നതും ധ്യാനത്തിൽ. ധ്യാനേ ഉപാസകാനാം ധ്യാനേ ദർശിതം. ധ്യാനത്തിൽ കാണിച്ചു കൊടുക്കുന്നതും ലോകമംഗളം ചെയ്യും. അവർക്ക് മാത്രമേ ഉള്ളൂ എന്നില്ല, ലോകത്തിന് മുഴുവൻ മംഗളം ചെയ്യുന്നതും. ഇനി അടുത്തത് ആർക്ക് ലഭിക്കില്ല എന്ന് പറയാം, നെഗറ്റീവ്, ഇതിൻ്റെ മറുവശം. തസ്മൈ നമോ ഭഗവതേ, അങ്ങനത്തെ ഭഗവാന് നമസ്കാരം. എങ്ങനത്തെ ഭഗവാന്? യോ അനാദൃതോ നരകഭാഗ്ബി അസപ്രസംഗൈ. അസപ്രസംഗൈ, അസത്തുക്കൾ. ആരെ അസത്ത് എന്ന് പറയുക? ഒറ്റ ലേശം ഈശ്വരനിൽ വിശ്വാസം ഇല്ലാതിരിക്കുക. പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു നാഥനോ സൃഷ്ടികർത്താവോ ഇല്ല, ഒരു വിധികർത്താവ് അതൊന്നുമില്ല, ഇവിടെ കാണുന്നതൊക്കെ തന്നെയുള്ളൂ എന്നൊക്കെ പറയുന്നവരാണ് ഇവിടെ അസത്ത്. അവർക്ക് ഈ ജന്മത്തിലും വരുന്നത് ചിലപ്പോൾ നരകഭാഗ്ബി, നരകമാണ് ഫലം. അംശമൊന്നുമില്ല അവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആ നരകം അനുഭവിക്കുന്നവർക്ക്, ഭഗവാനെ നിരാകരിക്കുന്നവർക്ക്, അനാദരിക്കുന്നവർക്ക്, അനാദൃത, ഒരിക്കലും അനുഭവം ഉണ്ടാവാത്തതും. ഈശ്വരവിശ്വാസം ഒന്നും എനിക്കില്ലെന്നാൽ നിങ്ങളൊന്ന് തെളിയിച്ച് തരുന്നാൽ ഞാൻ വിശ്വസിക്കാം. നടക്കില്ല. എനിക്കൊരു നിങ്ങൾ തെളിയിച്ച് തരുമോ ഈശ്വരനുണ്ടെന്ന്, എന്നാൽ ഞാൻ വിശ്വസിക്കാം. അയാൾ ആജീവനാന്തോ അടുത്ത ജന്മത്തിലോ വിശ്വസിക്കാണ്ടിരുന്നോളുക. അത്രേനേ പറ്റൂ. ഇത് കണ്ടിട്ട് വിശ്വസിക്കേണ്ടതല്ല, വിശ്വസിച്ചിട്ട് അനുഭവിക്കേണ്ടതാണ്. അവിടെയാണ് വ്യത്യാസം. വിശ്വസിച്ചിട്ടുള്ള അനുഭവമേ ഉണ്ടാവുള്ളൂ. അനുഭവിച്ചിട്ടോ തെളിഞ്ഞിട്ടോ വിശ്വാസം ഉണ്ടാവില്ല. ഒരിക്കലും മോഹിക്കേണ്ട. അവിടെ വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ട, അത്ര തന്നെ. അവർക്ക് ഈ ജന്മ അനുഭവം ഉണ്ടാകാൻ പോകണില്ല, അടുത്ത ജന്മങ്ങളോളം അനുഭവം ഉണ്ടാകാൻ പോകണില്ല. അവിടെ ആദ്യം വേണ്ടത് എന്താണ്? വിശ്വാസം. വിശ്വാസം അതല്ലേ എല്ലാം. അതെന്നാണ് എല്ലാം തുടങ്ങണത്. അപ്പോൾ ഏതൊരാൾ അങ്ങേ അനാദരിക്കുന്നുവോ, തിരസ്കരിക്കുന്നുവോ, തള്ളിക്കളയുന്നുവോ, ഭജിക്കുന്നില്ലയോ, നരകം മാത്രം ദുഃഖം ഫലം അനുഭവിക്കുന്ന അവർക്കൊരിക്കലും ദർശനമില്ലാത്ത അങ്ങയുടെ ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അനുവിധേമ, ഞാൻ നമസ്കരിക്കുന്നു. യോ അനാദൃതോ, അനാദരിക്കുന്നവർക്ക് നരകദുഃഖം സദാ ഒട്ടിക്കൊണ്ടിരിക്കും. പണി കിട്ടുക എന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ലോകത്തിന് മംഗളം ചെയ്യുന്നതും ഉപാസകന്മാർക്ക് അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നതും അല്ലാത്തവർക്ക് ഒരിക്കലും അനുഭവഗോചരമല്ലാത്തതും നരകദുഃഖം ലഭിക്കുന്നതും ഏതൊരു ഭഗവാനെ തിരസ്കരിച്ചാലാണോ ഉണ്ടാവുക, ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. തദ്വാ ഇദം ഭുവനമംഗള സംബോധന. മംഗളായ ധ്യാനേത്മനോദർശിതം ത ഉപാസകാനാം. ഉപാസകന്മാർക്ക് ധ്യാനത്തിൽ ബലം കൊടുക്കുന്നതും മംഗളം നൽകുന്നതും അല്ലാത്തവർക്ക് തിരിച്ച്. യോ അനാദൃതോ നരകഭാഗ്, അനാദരിക്കുന്നവർക്ക് നരകദുഃഖവും കൊടുക്കുന്നവർക്ക് ഒരിക്കലും അനുഭവമില്ലാത്ത, കിട്ടാത്ത. തസ്മൈ നമോ ഭഗവതേ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാന് അനുവിധേമ, ഞാൻ നമസ്കരിക്കുന്നു, നമസ്കാരം സമർപ്പിക്കുന്നു. ഏതുത്വദീയ ചരണാംബുജകോശഗന്ധം ജിഗ്രന്ഥി കർണവിവരേ ശ്രുതിവാദനീതം ഭക്ത്യാ ഗൃഹീത ചരണപരയാ ച തേഷാം നാപേക്ഷിനാദഹൃദയാം ദുരുഗാത്വംസാം. എങ്ങനെയാണ് ഭഗവാനെ ഉപാസിക്കുക? ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. ധ്യാനമുണ്ട്, അതിൽ തന്നെ പല യോഗങ്ങളുണ്ട്. ഹഠയോഗം, ആ യോഗം, ഈ യോഗം എന്നൊക്കെ പറഞ്ഞ് പ്രാണായാമാദികൾ, അഷ്ടാംഗയോഗം, എത്രയോ മാർഗങ്ങളുണ്ട്. യോഗം, ധ്യാനം, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതൊക്കെ തമ്മിലുള്ളൂ. തപസ്,
ശ്രുതിവാതനീതം വേദങ്ങളാകുന്ന കാറ്റിനാൽ സമീപം പ്രാപിപ്പിക്കപ്പെട്ട ത്വദീയ ചരണാംബുജ കോശഗന്ധം ഇന്ദിരകളുടെ പാദപത്മത്തെ കർണവിവരെ ശ്രോത്രങ്ങളിൽ കൂടെ യാതൊരുവൻ കേൾക്കുന്നു. അതിലെ ഒരു മാർഗമാണ് കഥാശ്രവണം. ഇതൊന്നും തപസ്, ധ്യാനം ഇതൊക്കെ സാധിക്കാത്തവർക്ക് ഭഗവാൻ അപ്രാപ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അവർക്കും ഭഗവാൻ പ്രാപ്യമാണ്. ഏതെങ്കിലും വിധത്തിൽ ആ ഭഗവാന്റെ അനുഗ്രഹം അവർക്കുണ്ടാവും. വിഷമങ്ങൾ വരും, പക്ഷേ ആ വിഷമങ്ങളൊക്കെ തരണം ചെയ്യൊരു ദൈവാധീനല്ലേ. അതും പറ്റാതിരുന്നാലോ? രോഗം വന്നു, മരുന്ന് കഴിച്ചു മാറിയാ മരുന്ന് കഴിച്ചു മാറാത്ത രോഗങ്ങളുണ്ട്. മരുന്ന് ഏൽക്കാത്ത എത്രയോ രോഗങ്ങൾ ഇന്നുണ്ട്. ക്യാൻസർ ശരിക്കുള്ള ഒരു ചികിത്സയുണ്ടോ വെച്ചാൽ ഇല്ല. കിഡ്നി പോയി നേരെയാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഒരു ഷുഗറിന് മരുന്ന് കഴിച്ചു, പ്രഷറിന് മരുന്ന് കഴിച്ചു, അത് മാറി, അത് നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. അതും ഒരു ദൈവാധീനമാണ്. അതിൻ്റെ അപ്പുറത്തെ വരുമ്പോഴേ അതിൻ്റെ സുഖറിയുള്ളൂ. ഗുളികയല്ലേ 2 നേരം കഴിക്കണ്ടു. അതിൽ നിന്നാൽ അവിടെ വിഷമമുണ്ട്, പക്ഷേ ആ വിഷമത്തെ നമ്മൾ മരുന്നുകൊണ്ട് തരണം ചെയ്തു. ആരുടെ അനുഗ്രഹത്താൽ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. നിൽക്കാത്ത രോഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ഈ ഈശ്വരാനുഗ്രഹം അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നാണ്. ജിഗ്രന്ഥി കർണവിവരെ, ചെവി കൊണ്ട് കേൾക്കുക. ശ്രവണം നല്ലൊരു ഉപാസനയാണ്. കാരണം ആ സമയത്ത് നമ്മുടെ മനസ്സ് എവിടേക്കും പോകണില്ല. അത് തപസ്സല്ലേ ശരിക്കേ. വേറെ എവിടേക്കും പോവില്ല എന്നാണ് ഭാഗവത്തിൻ്റെ ശക്തിയാണത്. ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നിട്ടോ ഭക്ത്യാഗൃഹീത ചരണപ്പരയാചതേഷാം, ഭക്തിയോട് കൂടിയിട്ട് അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചവർക്ക്, ഗൃഹീത ചരണ കാല് പിടിക്കുക, പാദത്തെ ആശ്രയിക്കുക, അവർക്ക് നാഥ അല്ലയോ ഭഗവാനേ നാഥ, തേഷാം പുംസാം ആ ഹൃദയാംബുരുഹാർ മനസ്സാകുന്ന താമരയിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അവർ സദാ ഭഗവാനെ വിചാരിക്കുന്നു. ആ ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തെയും സദാ വിചാരിക്കുന്നു. ഭഗവാൻ ഭക്തനെ വിടില്ല, ഭക്തൻ ഭഗവാനെ വിടില്ല. കാരണം ഭഗവാനെ സംബന്ധിച്ച് വലുത് ഭക്തനാണ്, ഭക്തനെ സംബന്ധിച്ച് വലുതോ ഭഗവാനാണ്. സംശയമുണ്ടോ? അപ്പോൾ അവർ അങ്ങോട്ടും അന്യോന്യം വിട്ടുപോവോ? ഒരിക്കലുമില്ല. നാപേഷി ന ഉപേക്ഷി വിട്ടുപോകുന്നില്ല. അപേക്ഷി വിട്ടുപോക, ന അപേക്ഷി വിട്ടുപോകുന്നില്ല. നെഗറ്റീവ്. നാപേഷി നാഥ ഹൃദയാംബുരുഹ സ്വപുംസാം. സ്വപുംസാം ഭക്തന്മാർ, ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ വിട്ടുപോവില്ല. ഭഗവാനെ അവർ ഹൃദയത്തിൽ നിന്ന് വിടില്ല എന്നർത്ഥം. സദാ ഭഗവാൻ അവിടെ ഇരിക്കണു. ഭക്തന്മാർ സദാ ഭഗവാനിലും ഇരിക്കുന്നു, ഭഗവാൻ സദാ ഭക്തന്മാരിലും ഇരിക്കുന്നു. ഏതുത്വദീയ ചരണാംബുജ കോശഗന്ധം ജിഗ്രന്ഥി കർണവിവരെ ശ്രുതിവാതനീതം. വേദങ്ങളാൽ പ്രതിപാദിക്കപ്പെടുന്നതായിട്ടുള്ള ഈശ്വര മാഹാത്മ്യം ഏതൊരാൾ, ഇതൊക്കെ തന്നെ വേദങ്ങളാൽ ഒഴിവാക്കപ്പെട്ടതാണ്. ഭാഗവത രീതിയിൽ പറയണമെന്നേ ഉള്ളൂ. വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഭാഗവതത്തിൽ പറയണത്. അതാണ് ഭാഗവതത്തെ പഞ്ചമവേദം എന്ന് പറയണത്. ആ വേദങ്ങളാ പറയപ്പെട്ട വാക്കുകൾ ഇങ്ങനെയുള്ള വാക്കുകളിനർത്ഥം. ഇപ്പോൾ പറയണ പോലെയുള്ള വാക്കുകൾ ഏതരാ ജിഗ്രന്ഥി കർണവിവരെ, ചെവിയുടെ ദ്വാരങ്ങളിൽ കൂടെ കേൾക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ സദാ ഭഗവാനെ അങ്ങിരിക്കും. അങ്ങയുടെ ഹൃദയത്തിൽ ഈ ഭക്തന്മാരും ഉണ്ടാവും. ഇത് പറയണ താവത് ഭയം ദ്രവിണഗേക സുഹൃത് നിമിത്തം ശോകസ്പൃഗാപരിഭവോ വിപുലച്ചലോഭ താവന്മമേത്യ സദവഗ്രകാർത്തിമൂലം യാവന്നതേഘ്രിമഭയം പ്രവൃണീതലോക. ഈ ലോകം അഭയം ഭയരഹിതമായ അങ്ങയുടെ പാദമൂലത്തെ യാവത് ന വൃണീത, ഏതുവരെ ശരണം പ്രാപിക്കാതിരിക്കുമോ അതുവരെ താവത്ത് ആർത്തി മൂലം ദുഃഖകാരണമാകുന്നു. എന്താ കാരണം? അസതവഗ്രഹ, എൻ്റേത് എന്നുള്ള തെറ്റായ ഭാവം കൊണ്ട് ഒരിക്കലും അഭയം
ഭയരഹിതമായ അങ്ങയുടെ പാദമൂലത്തെ ശരണം പ്രാപിക്കുന്നവരെ മാത്രമാണ് ലോകത്തിൽ നിന്ന് ദുഃഖം. ദ്രവിണം ധനം, ഗേഹം വീട്, സുഹൃത്ത് നിമിത്തം, വീട്, ധനം, സമ്പത്ത്, സുഹൃത്തുക്കൾ, ഇവയിൽ നിന്നൊക്കെ നമുക്ക് ദുഃഖവും ഭയവും ഉണ്ടാവും. ദുഃഖവും ഉണ്ടാവും, ഭയവും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. സുഖവും ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. ഇതൊന്നും ഒരേ ഫലം തരുന്നതല്ല എപ്പോഴും. ഒരു വീട് നമുക്ക് ദുഃഖമായിട്ട് തീരില്ലേ? 1000 റുപ്യ 2000 റുപ്യ ടാക്സ് അടയ്ക്കണം. അടച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ ഫ്യൂസ് ഊരും. ദുഃഖമല്ലേ? അതേ കറണ്ട് നമുക്ക് സുഖത്തെ തരുന്നു. ടി വി കാണുമ്പോൾ, ഫാൻ കൊള്ളുമ്പോൾ, AC അനുഭവിക്കുമ്പോൾ. എല്ലാറ്റിനും രണ്ട് വശമുണ്ട്. അപ്പോൾ ദ്രവിണഗേഹ സുഹൃത്തുക്കളിൽ നിന്ന് നല്ലതും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും. ആ ദോഷം നമ്മളെ അനുഭവിക്കാണ്ടിരിക്കാൻ ഭഗവത് പാദം മൂലം ആശ്രയിക്കലാണ് മാർഗം. ശോകസ്പൃഹ പരിഭവോ വിലക്ഷലോഭ. ലോഭം, ആഗ്രഹം, പരിഭവം, ആഗ്രഹസ്പൃഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ശോകം, ദുഃഖം, ഇതൊക്കെ നമുക്ക് ഉണ്ടാവണം. അത് ഏതുവരെയാണ് ഈ വക ദോഷങ്ങളൊക്കെ ഉണ്ടാവുക? ഭഗവത് പാദപത്മത്തെ ആശ്രയിക്കുന്നത് വരെ. അവിടെ ആശ്രയിച്ചാലോ പിന്നെ ഈ വക ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ നിന്നുള്ള ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കില്ല. ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്. താവൻ മമേത്യസദവഗ്രഹ ആർത്തി മൂലം, ദുഃഖത്തിനുള്ള കാരണമായിട്ട് ഇതൊന്നും പിന്നെ ഇരിക്കില്ല. യാവന്ന തേങ്ക്രീം അഭയം പ്രവണീത ലോക. അങ്ങയുടെ പാദപത്മത്തെ ആശ്രയിക്കുന്നത് വരെ മാത്രമാണ് ലോകത്തിൽ നിന്ന് മനുഷ്യർക്ക് ദുഃഖം. എപ്പോൾ ആ പാദപത്മത്തെ ആശ്രയിച്ചോ പിന്നെ ദുഃഖം ഇല്ല. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മേ നാരായണായേതി സമർപ്പയാമി.